ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻ്റഗ്രൽസിന് എനിക്ക് തോന്നുന്നത് ഇത് പാർട്ട് 5 ആണ്. ഞാൻ പറഞ്ഞു 26 ചോദ്യം ഇനിയും ബാക്കിയുണ്ട്. മെല്ലെ നമുക്ക് സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് തീർക്കേണ്ടതായിട്ടുണ്ട്. ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. നമുക്ക് ഏതായാലും ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ന് ഞാൻ ഒരു ക്വസ്റ്റിനെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. മെല്ലെ നമുക്ക് ഇത് നീക്കിയാൽ മതി, അല്ലെങ്കിൽ പ്രയാസമാവും. ഇൻ്റഗ്രൽ 1/(1 - tan x) ഇതൊരു നമുക്ക് അറിയുന്ന ഫോം ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഇനി അറിയുന്ന ഫോമിലേക്ക് മാറ്റണം. ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണോ വേണ്ടി വരുന്നില്ല, നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. നമുക്ക് ഏതായാലും ഹിൻറ്റ് വായിക്കാം. ഗിവൺ ഇൻ്റഗ്രൻറ്റ് കനോട്ട് ഇൻ്റഗ്രേറ്റ് ഡയറക്റ്റ്ലി, അറിയുന്ന ഫോം ഒന്നല്ല. സോ റീപ്ലേസ് ടാൻ എക്സ് ബൈ, ഈ ടാൻ എക്സിനെ സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് പറഞ്ഞിട്ട് മാറ്റി എഴുതാം. ഇങ്ങനെ എഴുതാൻ നമുക്ക്. ആൻഡ് ദെൻ സിംപ്ലിഫൈ ഇറ്റ് ടു കൺവേർട്ട് ഇൻ ടു ദ ഫോം വെയർ വി കൻ യൂസ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഫോർ ഇൻ്റഗ്രേറ്റിംഗ്. ഇതിനാ നമ്മൾ എന്ത് ചെയ്ത്, എന്നിട്ട് ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ, ഇതിപ്പോൾ 1 - ഇപ്പോൾ ചെയ്യുമ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ആവില്ല. എന്നിട്ട് ഇവിടെ ഇപ്പോൾ കോസ് എക്സ് ഡിനോമിനേറ്ററിലുണ്ടോ, അത് മുകളിൽ പോയി കഴിഞ്ഞാൽ അപ്പോൾ കോസ് എക്സ് ഡിവൈഡ് ബൈ എന്താണ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് വരും. അപ്പോൾ ഇതിനെ ഇവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, മുന്നോട്ടേക്ക് പ്രൊസീഡ് ചെയ്യുക. ഇവിടെയും സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഇനി എന്തോന്ന് ഉപയോഗിക്കേണ്ടി വരും. നമുക്ക് അതിൽ നോക്കി നോക്കാം. അപ്പോൾ ഇവിടെ ഇതാ I ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1/(1 - tan x) dx. അപ്പോൾ ഇൻ്റഗ്രൽ 1/(1 - ഈ tan x പകരം sin x ബൈ കോസ് എക്സ്. അപ്പോൾ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് 1 കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഡിവൈഡ് ബൈ കോസ് എക്സ് എന്ന് വരും. അപ്പോൾ എന്താ ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 ഇതിപ്പം കോസ് എക്സ് മൈനസ് സൈൻ എക്സ്, ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ ഒരു കോസ് എക്സ് ഉണ്ടാവും. ഈ കോസ് എക്സ് എന്ത് ചെയ്യും, മുകളിൽ കയറിപ്പോകും dx. അപ്പോൾ ഇതേതായാലും മുകളിൽ കയറിപ്പോയി. പിന്നെ ഇവിടെ കോസ് എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് മൈനസ് സൈൻ എക്സ്. ഇവിടെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ ഒരു 2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അതേ 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്ത്. അപ്പോൾ ഒരു ഹാഫ് പുറത്ത്. നമ്മളിത് എന്തിനാണ് ചെയ്യുന്നത്, പൊതുവേ ഒരു അറിയുന്ന ട്രിഗ്നോമെട്രിക് ഫോമിലേക്ക് മാറ്റേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു മാനിപ്പുലേഷൻ കൂടിയത്. അപ്പോൾ ഒരു റീഅറേഞ്ച്മെൻറ്റ് വരുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഒരു ഫോമിലേക്ക് നമ്മൾ മാറ്റാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നമ്മൾ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ എവിടെയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്. ഇത് കാണിച്ചാൽ ഇതിപ്പോൾ 2 ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്ത് 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്ത്, കാരണം ആ ടേംസിനെ ബാലൻസ് ഔട്ട് ചെയ്യാൻ 2 കോസ് എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് മൈനസ് സൈൻ എക്സ്. നമ്മൾ ഇത് സൈൻ എക്സ്, ഇവിടെ സൈൻ എക്സ് വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സൈൻ എക്സ് പ്ലസ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്തിട്ട്, എന്നിട്ട് ഇവിടെ എന്ത് ചെയ്ത് ഒരു കോസ് എക്സ് ആഡ് ചെയ്ത്, എന്നിട്ട് ആ കോസ് എക്സിനെ മൾട്ടിപ്ലൈ ചെയ്ത്. ഇവിടെ നേരെ തിരിച്ചില്ല സാധനം. ഇവിടെ 2 കോസ് എക്സ് ഇല്ല. അപ്പോൾ 2 കോസ് എക്സിന് പകരം കോസ് എക്സ് പ്ലസ് കോസ് എക്സ്, അതായത് ഒരു ചക്ക പ്ലസ് വേറൊരു ചക്ക ആയിക്കൽ 2 ചക്ക. അതാണ് കോസ് എക്സ് പ്ലസ് കോസ് എക്സ്. ഇതിനെ ജസ്റ്റ് കോസ് എക്സ് പ്ലസ് കോസ് എക്സ് എന്ന് എഴുതി. പിന്നെ ഒരു സൈൻ എക്സ് കൊണ്ടും ആഡ് ചെയ്ത് ഒരു സൈൻ എക്സിനെ കൊണ്ട് മൈനസ് ചെയ്ത്. കാരണം അതായത് ഇങ്ങനെ കട്ടായി പോയി കഴിഞ്ഞാൽ ഇത് മാത്രമല്ല ബാക്കിയാകാൻ വേണ്ടി പാടുള്ളൂ. അപ്പോൾ സൈൻ എക്സ് മൈനസ് സൈൻ എക്സ്. ഇനി എനിക്ക് എന്താ ചെയ്യാൻ പോകുന്നത്, ഈ കോസ് എക്സ് പ്ലസ് സൈൻ എക്സിന് ഒരു ടേം ആക്കും, പിന്നെ ഈ കോസ് എക്സ് മൈനസ് സൈൻ എക്സിന് ഒരു ടേം ആക്കും. അപ്പോൾ നമുക്ക് നോക്കി ഇതാ ഹാഫ് ഇൻറ്റു ഇൻ്റഗ്രൽ ആഡ് ആൻഡ് സെപ്പറേറ്റ് കോസ് എക്സ് ഇൻ ന്യൂമറേറ്റർ. അപ്പോൾ കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഡിവൈഡ് ബൈ കോസ് എക്സ് മൈനസ് സൈൻ എക്സ്. ഇവരെന്ത് ചെയ്തതെന്ന് വെച്ചാൽ, അതായത് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഒരു ടേം പ്ലസ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് വേറെ ടേം ഡിവൈഡഡ് ബൈ കോസ് എക്സ് മൈനസ് സൈൻ എക്സ്. അപ്പോൾ ഇതെന്ത് ചെയ്തു, ഇതിപ്പോൾ ഒരു a പ്ലസ് ബി ഡിവൈഡ് ബൈ സി ആയില്ലേ. ഇതിപ്പോൾ ഇത് നമ്മൾ ഈ ഡിനോമിനേറ്ററിന് സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് വരിക, a/c പ്ലസ് b/c. അപ്പോൾ ഇതിലേക്ക് സ്പ്ലിറ്റ് ചെയ്ത് അതാ ഇംഗ്ലീഷ് സ്പ്ലിറ്റ് ചെയ്ത സാധനങ്ങളിലൂടെ കാണുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഇൻ്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്യുന്ന ഡിനോമിനേറ്റർ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഡിവൈഡ് ബൈ കോസ് എക്സ് മൈനസ് സൈൻ എക്സ് dx. പിന്നെ ഇവിടെ ഒരു ഇൻ്റഗ്രൽ ഈ പറയുന്നത് ഇതിലേക്ക് സ്പ്ലിറ്റ് ചെയ്ത് പിന്നെ ഇതിലേക്ക് സ്പ്ലിറ്റ് ചെയ്ത്. അപ്പോൾ ഇത് രണ്ടും ഒരേ ടേംസ്. അപ്പോൾ ഇത് ക്യാൻസൽ ആയിപ്പോൾ. അപ്പോൾ കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഡിവൈഡ് ബൈ കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഇതേതെങ്കിലും കണ്ടപ്പോൾ മനസ്സിലായി, രണ്ടും കട്ടായിപ്പോൾ. ഇവിടെ ഒരു 1 dx എന്ന് ബാക്കിയായിപ്പോൾ. ഇത് നമുക്ക് എന്ത് ചെയ്യണം, ഈ സാധനം നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ട് ഇനി ചെയ്യണം. അതാണ് നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ്റഗ്രൽ ഹാഫ് ഇൻറ്റു ഇൻ്റഗ്രൽ 1 dx ഇതെന്തായാലും എക്സ് ആയിട്ട് മാറും, പ്ലസ് ഇൻ്റഗ്രൽ ഇത് ഇന്നെ നോക്കേണ്ട ആവശ്യമില്ല, ഇതെന്തായാലും നമുക്ക് ആൻസർ അറിയുന്ന ഇൻ്റഗ്രൽ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് മൈനസ് സൈൻ എക്സ് dx. ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ഈ താഴത്തെ ഡിനോമിനേറ്റർ കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ടി എന്ന് പറഞ്ഞിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുന്നത് കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്, മൈനസ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് കോസ് എക്സ് ഈക്വൽ ടു ടീൻ്റെ ഡെറിവേറ്റീവ് dt/dx. അപ്പോൾ ഈ ഒരു മൈനസ് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഈക്വൽ ടു dt/dx. അപ്പോൾ dx വേണ്ടത് നമുക്ക്. ഈ dxന് പകരം ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. അപ്പോൾ ഈ dxന് ഇങ്ങോട്ടേക്ക് മുകളിൽ പറഞ്ഞേക്കോ, ഇത് താഴെ പാതാളത്തിലേക്ക് വരട്ടെ. അപ്പോൾ dx is equal to dt divided by minus of sin x plus cos x. അപ്പോൾ I is equal to ഹാഫ് ഇൻറ്റു ഇത് നമ്മളൊന്നും ചെയ്തില്ല. ഇത് തൽക്കാലം നമുക്ക് ഇങ്ങനെ ഇതെന്ന് പറയുക വലിയ പ്രയാസമില്ലല്ലോ. ഇതിപ്പോൾ എന്തായാലും എക്സൽ ആവാൻ പോകുന്നല്ലോ. പ്ലസ് ഇൻ്റഗ്രൽ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ ഈ പറയുന്ന ഈ കോസ് എക്സ് മൈനസ് സൈൻ എക്സ് നമ്മൾ ടി എന്ന് പറഞ്ഞിട്ടാണല്ലോ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത്. അപ്പോൾ അത് ടി ഇൻറ്റു ഈ dxന് പകരം ഇപ്പോൾ dxന് പകരം എന്ത് കൊടുക്കുക, ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക dt ഡിവൈഡ് ബൈ മൈനസ് ഓഫ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്. ഏതായാലും ഇത് കണ്ടല്ലോ, ഇത് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ക്യാൻസൽഡ്. ഇനി ആകെ ഒരു dt/t പിന്നെ ഒരു മൈനസ് മാത്രമേ ബാക്കിയില്ല. അപ്പോൾ ഹാഫ് ഇൻറ്റു
ഈ എന്താണ് വണ്ണിൻ്റെ ഇൻ്റഗ്രൽ ഡി എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് എക്സ് മൈനസ് എന്താണ് ഇതിപ്പോൾ ഇൻ്റഗ്രൽ ഇതിപ്പോൾ മൈനസ് പുറത്ത് ഈ മൈനസിനെ പുറത്തേക്ക് എടുത്ത് അതാ മൈനസ് നിങ്ങൾ ഇവിടെ കാണുന്നത് ഡിവൈഡ് ബൈ ടി. എന്തായാലും ഇൻ്റഗ്രൽ ഡി ടി ഡിവൈഡ് ബൈ എക്സ് എന്ന് പറയുന്നത് ലോഗ് എക്സ്. അപ്പോൾ ഡി ടി ഡിവൈഡ് ബൈ ടി എന്ന് പറയുന്നത് ലോഗ് ടി. അപ്പോൾ എന്താ ഹാഫ് ഇൻറ്റു എക്സ് മൈനസ് ലോഗ് ടി പ്ലസ് സി. പക്ഷേങ്കിൽ ഇവിടെ വെച്ച് ആൻസർ അവസാനിപ്പിക്കാൻ പാടുണ്ടോ? നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ പഠിച്ചിട്ടുണ്ട്. എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് അതിൻ്റെ ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. അപ്പോൾ എന്താ എന്താണോ നമ്മൾ തിരിച്ച് എന്നാ ഒരു ആളത്ത് നിന്ന് വാങ്ങിയത് നമ്മളത് എന്താണ് അവസാനം പോകുന്ന സമയത്ത് നമ്മൾ അയാൾക്കത് തിരിച്ച് കൊടുക്കണം. അപ്പോൾ ഹാഫ് ഇൻറ്റു എക്സ് മൈനസ് ലോഗ് ഓഫ് ടീന് പകരം എന്താ കൊടുക്കുന്നത്? കോസ് എക്സ് മൈനസ് സൈൻ എക്സ്. അപ്പോൾ ലോഗ് ഓഫ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് പ്ലസ് സി. ഇതായിരിക്കും ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത ട്രിഗ്നോമെട്രി നല്ലോണം അറിയണം. ഞാൻ വളരെ ഫ്രാങ്ക് ആയിട്ട് പറയുന്നത്, ട്രിഗ്നോമെട്രി അറിയില്ലെങ്കിൽ ഈ പാഠം നിങ്ങൾക്ക് തുടയാനാവില്ല. മറന്നാളാണ് ഇൻ്റഗ്രൽസിന് അങ്ങ് മറന്നാളാണ്. ഇത് എവിടെയാലും ഇത് എക്സ് ക്യൂബ് സൈൻ ടാൻ ഇൻവേഴ്സ് മറ്റേ ട്രിഗ്നോമെട്രി ഇൻവേഴ്സ് ഇത് രണ്ടും എന്നാണ് വെച്ചിട്ട് ഇവർ എന്താ പറയുക തേരാപ്പരാ ഇവനെന്താ അറഞ്ചോ പുറഞ്ചോ ചോദ്യങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചുകൊണ്ടിരിക്കും. ഇത് എത്ര ചോദ്യങ്ങളാണ് ഈ ക്വസ്റ്റ്യൻ പോലും ഇതാ റൂട്ട് ടാൻ എക്സ് ഡിവൈഡ് ഇത് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. പക്ഷേ റൂട്ട് ടാൻ എക്സ് ഡിവൈഡ് ബൈ സൈൻ എക്സിൻ്റെ കോസ് എക്സ് ഇവിടെ വേറെ എന്തെങ്കിലും ഒരു ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റി അപ്ലൈ ചെയ്യേണ്ടി വരും. ആൻസർ എന്തോ 1 + log x ഹോൾ ക്യൂബ് ഡിവൈഡ് ബൈ 3 + c എന്നെല്ലാം കാണുന്നുണ്ട്. ഭയങ്കര. അപ്പോൾ ഇതാണ് നമ്മളെ ഒരു ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. എന്താണ് ട്രിഗ്നോമെട്രി ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി നന്നായിട്ട് പഠിച്ച ഒരാൾക്ക് ഇൻ്റഗ്രൽസ് എന്തെങ്കിലും ഒന്ന് വന്നാൽ ചെയ്യാനാവും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഞാനിപ്പോൾ സിമ്പിൾ മാനിപ്പുലേഷൻ ചെയ്തത് ഈ 2 cos x എന്താണ് കോസ് എക്സ് പ്ലസ് കോസ് എക്സ് പിന്നെ ഒരു സൈൻ എക്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അതേ സൈൻ എക്സിനെ കൊണ്ട് മൈനസ് ചെയ്ത് പിന്നെ ടേംസിനെ എന്താണ് ഒരുമിച്ചാക്കി പിന്നെ എന്താണ് പിന്നെ ഡിനോമിനേറ്റർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഇതിപ്പോൾ എന്തെങ്കിലും കട്ട് ഇപ്പോൾ പിന്നെ ഈ സാധനത്തിന് നമ്മൾ സിംപ്ലിഫൈ ചെയ്യേണ്ടിയിട്ട് ഇവിടെ താഴത്തിൽ തന്നെ ഡിനോമിനേറ്റർ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് ലാസ്റ്റ് നമ്മൾ ആൻസർ ലോഗ് ടി എന്ന് പറയുന്നത് എന്നിട്ട് ടി നോക്കിനും പിന്നെയും ആ കോസ് എക്സ് മൈനസ് സൈൻ എക്സ് കൊടുത്ത് ആൻസർ ഫൈനലി നമുക്ക് കിട്ടി. അപ്പോൾ ഇത്ര ചോദ്യം എളുപ്പമാണ്. പക്ഷേ ട്രിഗ്നോമെട്രി അറിയുന്നവർക്ക് ഇത് കുറച്ചും കൂടി എളുപ്പമാണ്. അല്ലാത്തവർക്ക് കുറച്ചും കൂടി കഷ്ടം. കാരണം ഇവിടെ ഇൻ്റഗ്രേഷനെക്കാട്ട് കൂടുതൽ ട്രിഗ്നോമെട്രി അറിയേണ്ടത്. ഈ പറയുന്ന ടാൻ എക്സിനൊക്കെ സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇത് അറിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഇത്രക്കാർ സ്റ്റെപ്പെല്ലാം ചെയ്യുക? അപ്പോൾ അതാണ് നമ്മൾ ആ പറയുന്ന ലോജിക്ക് മനസ്സിലാക്കുക. ഈ ടാൻ എക്സിന് പകരം സൈൻ എക്സ് ബൈ കോസ് എക്സ് ഇടണമെന്നില്ല. ആ ഒരു ബോധം ആ ഒരു കോമൺ സെൻസ് അന്നേരം കത്തിയിട്ടില്ലെങ്കിൽ ഈ ചോദ്യം ചെയ്യാനാവില്ല. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ഇതിലെല്ലാം അടുത്തതിൽ കാണണ്ട, നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. എനിക്ക് എന്തോ ഒരു മനസ്സ് സമയം ഇല്ലോണ്ട് എന്ത് ചെയ്യുക. ഇൻ്റഗ്രൽ കോസ് 2x കോസ് 4x കോസ് 6x. വാവ്, എന്താ പറയുക, സോ ബ്യൂട്ടിഫുൾ, സോ എലഗൻറ്റ്, ജസ്റ്റ് ലുക്കിങ്ങിലേക്ക് വാവ്. ഇതെന്തായാലും സ്റ്റാൻഡേർഡ് ആയിട്ടൊന്നും ചെയ്യാനാവുന്നില്ല. കാരണം ഇത് വല്ലാത്ത രീതി കോംപ്ലിക്കേഷൻ. ഇത് 3 ഫംഗ്ഷന് എന്താണ് ഇതിൽ വന്നുപോയി. ഏതിൽ വന്നുപോയി? മൾട്ടിപ്ലിക്കേഷനിൽ വന്ന്, എന്താ പറയുക, പ്രൊഡക്റ്റിൽ വന്ന്. സോ വി സിംപ്ലിഫൈ ദ ഫംഗ്ഷൻ ബൈ യൂസിങ് ദ ഫോർമുല 2 cos a cos b equal to cos of a plus b plus cos of a minus b and then integrated. ഇവിടെ എന്തോ പറയുന്നുണ്ട്, എന്തോ ഫോർമുലയിൽ ഉപയോഗിക്കാൻ പറയുന്നുണ്ട്. ഇത് ഇവിടെ ഞാൻ പിന്നെയും ട്രിഗ്നോമെട്രിൻ്റെ ക്വസ്റ്റ്യൻ തന്നെ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഇൻ്റഗ്രൽ കോസ് 2x കോസ് 4x കോസ് 6x dx ഈക്വൽ ടു ഇൻ്റഗ്രൽ എന്താണ് കോസ് 2x. നമുക്ക് ഇതിനൊക്കെ ഒരു കാര്യം ചെയ്യാം. ഇതിൽ എന്തായാലും കോസ് 2x എല്ലാത്തിലും കോമൺ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ സോറി ഞാനിത് പറഞ്ഞത് ഇവിടെ കോമൺ ആയിട്ട് പുറത്തെടുത്തൊന്നുമല്ല. ഇതില്ല കോസ് 2xനെ പുറത്തെടുത്തുകൊണ്ട്. അതായത് നമുക്ക് ഇതെന്താണ് 2 എണ്ണം വരുമ്പോഴാണ് നമുക്ക് ഇത് ഫോർമുല അറിയുന്നത്. 3 എണ്ണം ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം. അപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ എന്ത് ചെയ്ത് ഈ പറയുന്ന കൂട്ടത്തിൽ നിന്ന് പുറത്താക്കി. എന്നിട്ട് അതിലേക്ക് ഇവിടെ എന്താ ഇവിടെ സ്റ്റെപ്പ് നടന്നു. ആ സ്റ്റെപ്പ് ഞാൻ കാണിച്ചു തരാം. അതായത് ഇവിടെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു 2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്നിട്ട് കോസ് ഇവിടെ 4x ഉണ്ട്, പിന്നെ കോസ് 6x ഉണ്ട്. ഈ സ്റ്റെപ്പ് ഇവിടെ എഴുതിയിട്ടില്ല. ഈ പറയുന്ന ഇതിവിടെ ഒരു 1/2 കാണില്ല. ആ 1/2 ആണ് ഈ കാണുന്ന 1/2. പിന്നെ എന്താണ് ഇതാ ഈ 2 ഇൻറ്റു കോസ് 4x ഇൻറ്റു കോസ് 6x. ഇതൊരു ഏത് ഫോർമാറ്റാണ്? 2 cos a കോസ് b. ഈ ഫോർമുല നിങ്ങൾ അധികം റിവൈസ് ചെയ്തില്ല ഞാൻ പറയുകയാണ്. ഇങ്ങനൊരു ഫോർമുല നമ്മളെ ട്രിഗ്നോമെട്രിയിൽ ഉണ്ട്. അപ്പോൾ 2 cos a കോസ് b അങ്ങനത്തെ ഫോർമുല ഇതിപ്പോൾ ഇല്ലത്. 2 cos a എന്താണ് കോസ് b ആ ഫോർമുല ഇതിപ്പോൾ ഇല്ലത്. അപ്പോൾ എന്ത് ചെയ്യുക, അപ്പോൾ നമുക്ക് അതിൻ്റെ പകരം ഇവിടെ എന്ത് ഫോർമുല ചെയ്താൽ 2 cos a cos b ന് പകരം എന്ത് ഫോർമുല അപ്ലൈ ചെയ്യാം? കോസ് ഓഫ് a പ്ലസ് ബി പ്ലസ് കോസ് ഓഫ് a മൈനസ് ബി. അപ്പോൾ എന്താ കോസ് ഓഫ് a പ്ലസ് ബി എന്ന് പറയുമ്പോൾ 4x പ്ലസ് 6x പ്ലസ് കോസ് ഓഫ് a മൈനസ് ബി a മൈനസ് ബി ഡി എക്സ്. അപ്പോൾ അങ്ങനെയാണ് ആക്ച്വലി നിങ്ങൾ എന്താണ് വെറുതെ സ്റ്റെപ്പ് അങ്ങ് ബൈ ഹാർട്ട് ആക്കലല്ല. ഈ ആക്ച്വലി 1/2 ഈടുന്ന വന്നെന്ന് അറിയില്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യാനാവില്ല. ഞാനതാ പറഞ്ഞത്. ഒരു 2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആ 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1/2 ആണ് ഇങ്ങനെ പുറത്ത് എഴുതിയിരിക്കുന്നത്. എന്നിട്ട് എന്താ ഇവരൊരു സ്റ്റെപ്പ് ഇവിടെ കുറച്ചിട്ടുണ്ട്. ആക്ച്വലി ഇവരുടെ 2 ഇത് എഴുതിയിട്ട് എന്നിട്ട് ഈ സ്റ്റെപ്പ് എഴുതിയിട്ടാണ് ഇവർ ആക്ച്വലി സ്റ്റെപ്പിൽ കടക്കേണ്ടിയിരുന്നത്. പക്ഷെ എന്താണെന്നറിയില്ല, അധികം ഒരു സ്റ്റെപ്പ് ആക്കണമെന്ന് വിചാരിച്ചിട്ടാന്ന് തോന്നുന്നു ഒരു സ്റ്റെപ്പ് കുറച്ചാണ്. ഞാനേതായാലും സ്റ്റെപ്പ് ഇങ്ങനെ കൊണ്ട് എഴുതി തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതാ 2 cos a cos b ഈക്വൽ ടു കോസ് ഓഫ് a പ്ലസ് ബി. ആ ഇക്വേഷൻ ഇവിടെ വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവർ വളരെ എന്താണ് തന്ത്രപരമായിട്ട് ആ സ്റ്റെപ്പ് അടങ്ങ് കുറച്ച് കളഞ്ഞ് കുട്ടികൾ
അതങ്ങ് മനസ്സിലാക്കിക്കോളും വിചാരിച്ചിട്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഹാഫ് ഓഫ്, ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഇതിപ്പോൾ കോസ് ഓഫ് ഇത് 4 ചക്ക പ്ലസ് 6 ചക്ക 10 ചക്ക പ്ലസ് കോസ് ഓഫ് 4x മൈനസ് 6x എന്ന് പറയുന്നത് എന്താ, 4 ചക്കയിൽ നിന്ന് 6 ചക്ക കുറച്ച് കഴിഞ്ഞാൽ -2 ചക്ക. എന്ത് ചെയ്യുക, എന്നിട്ട് ഈ കോസ് 2x ഉള്ളിൽ പുറത്ത് നമ്മളെ ഇയാളെ വെളിയിലല്ലേ വെച്ചത്, ഇയാളങ്ങ് ഉള്ളിൽ കയറ്റിക്കളി, ഇയാൾക്ക് നമ്മൾ അവസരം കൊടുക്കും. അപ്പോൾ കോസ് 2x ഇൻറ്റു കോസ് 10x. അപ്പോൾ ഇത് ഇതിലേക്ക് രണ്ടിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട്, കാരണം ഇതിപ്പോൾ അഡീഷൻ അല്ലേ. അപ്പോൾ എന്താ, ഇത് മൾട്ടിപ്ലിക്കേഷൻ മാറി ഇതിപ്പോൾ അഡീഷനായി എന്ത് ഇതിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, ഇതിലേക്കും മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിലേക്കും മൾട്ടിപ്ലൈ ചെയ്യുക, പ്ലസ് കോസ് ഇൻറ്റു കോസ് 2x ഇൻറ്റു കോസ് ഓഫ് -2x. നമ്മൾ ഇതിപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടില്ലത്. ഇതിന് നമ്മൾ പഠിച്ചൊരു റിസൾട്ട് ഉണ്ട്, കോസ് ഓഫ് മൈനസ് തീറ്റ എന്ന് പറയുന്നത് എന്താണ്, -x എന്ന് പറയുന്ന കോസ് x തന്നെയാണ്. ആ റിലേഷൻ അപ്ലൈ ചെയ്തതിൽ ഈ -2x എന്തായിട്ട് മാറും, ഈ പറയുന്ന 2x ആയിട്ട് മാറും. അപ്പോൾ നമ്മളിതാ കോസ് 2x ഇൻറ്റു കോസ് 2x, അപ്പോൾ എന്താ കോസ് സ്ക്വയർ 2x. അപ്പോൾ അതായത് x ഇൻറ്റു x എന്ന് പറയുന്ന x സ്ക്വയർ ആണെങ്കിൽ കോസ് 2x ഇൻറ്റു കോസ് 2x എത്ര, കോസ് സ്ക്വയർ 2x. അപ്പോൾ ഹാഫ് ഇൻറ്റു ഇതിപ്പോൾ കോസ് ഓഫ് 2x കോസ് ഓഫ് 10x, ഇത് നമ്മളൊന്നും ചെയ്തില്ല, അടുത്ത് തന്നെ വെച്ച് പ്ലസ് ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഒരു x ഇൻറ്റു x മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ അപ്പോൾ കോസ് സ്ക്വയർ 2x dx കിട്ടി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇനി എന്താ ചെയ്യാന്നുള്ളത്. ഇനി ഇതിൻ്റെ മുകളിൽ മറ്റേ ഈ പറയുന്ന ഈ ഫോർമുല അല്ലേ, 2 കോസ് എ കോസ് ബി, ആ ഫോർമുല ഇനി ഇവിടെ ഈ എന്താണ് ഇത് ഇനിയിപ്പോൾ ഒരു മൾട്ടിപ്ലിക്കേഷൻ അല്ല. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിന് ഇനി ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുക, ഇനി ഞാൻ പിന്നെ ഒരു 2നെ കൊണ്ട് അതായത് നിങ്ങളിവിടെ പിന്നെ ഇവിടെ ഒരു 1/2 ഈ ഒരു ഫസ്റ്റ് ചെയ്തപ്പോൾ ഒരു 1/2 പുറത്തുണ്ട്. ഇനി എന്ത് ചെയ്യുക, പിന്നെ ഒരു 1/2, അതായത് ഒരു 2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, കോസ് 2x കോസ് 10x. അതേപോലെ അതേ 2നെ കൊണ്ട് നമ്മൾ എക്സ്ട്രാ കയറ്റി കൊണ്ട് 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് ആ കാണുന്ന ഈ 1/2 ആണ് നിങ്ങൾ ഇവിടെ ഈ കാണുന്ന 1/2 എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്ത് ഇപ്പോൾ കോസ് 2 കോസ് എ കോസ് ബി ഫോർമുല അല്ല. അപ്പോൾ എന്താ നമ്മൾ പിന്നെ മറ്റേ ഫോർമുല കോസ് ഓഫ് എ പ്ലസ് ബി, അതായത് കോസ് ഓഫ് എ പ്ലസ് ബി 2x പ്ലസ് 10x പ്ലസ് എന്താണ് കോസ് ഓഫ് എ മൈനസ് ബി ഇത് എ പ്ലസ് ബി പ്ലസ് നമ്മൾ ഏതുണ്ട് ഇതാ ഇവിടെ ഇതിന് ആക്ച്വലി ഇവരുടെ ഒന്ന് ചെയ്തതെന്ന് വെച്ചാൽ ഈ കോസ് സ്ക്വയർ 2x പകരം വേറൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. അതായത് എന്താ, നമ്മളെ കോസ് 2 തീറ്റയ്ക്ക് ഒരു ഇതുണ്ട്, ഒരു ഫോർമുല ഉണ്ട്, 2 കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1 കോസ് 2 തീറ്റയ്ക്ക് 4-5 ഫോർമുല ഉണ്ട്. അതിൽ ഒരു ഫോർമുലയാണ് ഈ പറയുന്നത്. അത് ആ ഫോർമുല നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്, അത് നമ്മൾ സന്ദർഭത്തിനാണ് കാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇവിടെ കോസ് സ്ക്വയറിൻ്റെ ഫോർമുല. അപ്പോൾ എന്ത് ചെയ്യുക, ഈ കോസ് സ്ക്വയർ അതായത് 2 കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു ഈ -1 അപ്പുറത്തേക്ക് പറഞ്ഞാൽ അപ്പോൾ 1 പ്ലസ് കോസ് 2 തീറ്റ. പക്ഷേ നമ്മളിവിടെ എന്താണ് തീറ്റയിലാണ് ഇല്ലപ്പോൾ എന്താണ് ഇത് കോസ് 2 തീറ്റയാണ്. ലൈക്ക് ഇതിപ്പോൾ ഒരു ഹാഫ് ആംഗിൾ അല്ലേ, ഇതിൻ്റെ ഹാഫ് ആംഗിളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇത് ഡബിൾ ആയി കഴിഞ്ഞാലോ, അപ്പോൾ ഇതും ഡബിൾ ആവണോ, ഞാൻ ഇങ്ങനെ പറഞ്ഞു തരുന്നത് വെച്ചാൽ ഇതിപ്പോൾ ഇത് കാര്യം ചെയ്യും, കോസ് സ്ക്വയർ തീറ്റ ഇസിക്കൽ ഇതാ ഈ 2ന് താഴെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ 1 പ്ലസ് കോസ് 2 തീറ്റ ഡിവൈഡഡ് ബൈ 2. പക്ഷേങ്കിൽ ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ എന്താണ് കോസ് സ്ക്വയർ തീറ്റയല്ല, എന്താണ് ഇവിടെ കോസ് സ്ക്വയർ തീറ്റയല്ല, പക്ഷേ ഇവിടെ കോസ് സ്ക്വയർ 2 തീറ്റയാണ്, ആംഗിൾ ഡബിൾ ആണ്. അപ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ ആംഗിൾ ഡബിൾ ആകുമോ, ഇത് 2 തീറ്റ ആകുമോ, ഇത് അതിന് ഈ 2 തീറ്റ എന്നുള്ള സാധനം എന്തായി മാറണം, അതിൻ്റെ ഡബിൾ ആവണം. അപ്പോൾ 2 തീറ്റേൻ്റെ ഡബിൾ എന്ന് പറയുമ്പോൾ 4 തീറ്റ, 2ൻ്റെ ഡബിൾ എന്ന് പറയുമ്പോൾ 4 അല്ല. അപ്പോൾ എന്തായി മാറി, ഇതിപ്പോൾ 1 പ്ലസ് കോസ് 4 തീറ്റ ഡിവൈഡഡ് ബൈ 2. അതാണ് നിങ്ങളിവിടെ ആക്ച്വലി കാണുന്ന 1 പ്ലസ് 4x ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്നത്. അതായത് ഇവിടുത്തെ ആംഗിൾ ഡബിൾ ആവുന്ന സമയത്ത് ഈ ആംഗിൾ എന്താണ് ഡബിൾ ആവണം, ഇതിൻ്റെ പകുതിയാണ് ഇത്. അപ്പോൾ എന്ത് ചെയ്യാം, ഇത് നമ്മൾ ഡബിൾ ആക്കുന്ന സമയത്ത് ഇവിടെ എത്രയാണ് ആംഗിൾ ഉള്ളത് അതും നമ്മൾ ഡബിൾ ആക്കണം. ഇത് 2 പ്രാവശ്യം ഡബിൾ ആക്കുമ്പോൾ അതേ 2നെ കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതെന്തായി മാറും, ഇത് 2 തീറ്റ ആകുമ്പോൾ ഇതെന്തായി മാറും, ഈ കോസ് 4 തീറ്റ ആയിട്ട് മാറും. അതാണ് ഈ 1 പ്ലസ് കോസ് 4x ഡിവൈഡ് ബൈ 2. ഇനി ഇവിടുന്ന് എങ്ങനെയാണ് മുന്നോട്ട് പ്രൊസീഡ് ചെയ്യുക, ഒരു കാര്യം ചെയ്യുക, ഇത് ഈ ഒരു 1/2 ഇത് ഈ 1/2 പുറത്തെടുത്തപ്പോൾ 1/2 1/2 1/4 ആയി മാറി ഇൻറ്റു ഇൻ്റഗ്രൽ ഇതിപ്പോൾ കോസ് 2x പ്ലസ് അതായത് 2 ചക്ക പ്ലസ് 10 ചക്ക 12 ചക്ക, നമുക്ക് 12 ചക്ക കിട്ടിയിട്ടുണ്ടല്ലോ. അടുത്തത് കോസ് ഓഫ് 2x മൈനസ് 10x കോസ് ഓഫ് എന്ത് വരും, അപ്പോൾ 2 ചക്കയിൽ നിന്ന് 10 ചക്ക കുറച്ച് കഴിഞ്ഞാൽ -8 ചക്ക. പക്ഷേ നമുക്ക് എന്ത് മനസ്സിലായിട്ടുണ്ട്, കോസ് ഓഫ് മൈനസ് തീറ്റ എന്ന് പറയുന്ന കോസ് തീറ്റ. അപ്പോൾ എനിക്ക് ഇതെന്ത് ചെയ്യാം, നോർമലായിട്ട് കോസ് 8 തീറ്റ എന്ന് പറഞ്ഞിട്ട് എഴുതാം. എനിക്ക് ഈ മൈനസിനെ മൈൻഡ് ആക്കണം, വിഷയമില്ല. അപ്പോൾ എന്ത് ചെയ്ത് കോസ് 8 തീറ്റ. പിന്നെ ഇവിടെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ ഒരു 1/2 ഉണ്ട്, പിന്നെ ഒരു ബ്രാക്കറ്റിൽ ഇങ്ങനെ ഒരു സാധനമുണ്ട്. അതേപോലെ ഇവിടെ ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതെങ്ങനെ വരും, ഇതിപ്പോൾ 2ലേക്ക് ഡിനോമിനേറ്റർ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് 1/2 പ്ലസ് കോസ് എന്താണ് 4x ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ ഇവിടെ ഒരു എന്താണ് ഇവിടെ ഒരു 1/2 ഉണ്ട്, അതേപോലെ ഇവിടെ ഒരു 1/2 ഉണ്ട്. അപ്പോൾ 1/2 അവിടെ നമ്മളെ എന്താ പറയുക പ്ലസിൻ്റെ ഇപ്പുറം നമ്മളെ 1/2 നമ്മൾ എന്ത് ചെയ്ത് ഈ പറഞ്ഞ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്ത്, അതായത് ഈ പറയുന്ന ഇവിടെ ഒരു 1/2 ഉണ്ട്, അതേപോലെ ഇവിടെ എന്താ പറയുക നമ്മളെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു 1/2 എന്ന് പറഞ്ഞിട്ട് കിട്ടി. അപ്പോൾ ഈ 1/2 ഞാൻ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്ത്, എന്നിട്ട് എന്ത് ചെയ്ത് ഈ കോസ് എന്താണ് 12x പ്ലസ് കോസ് എന്താണ് 8x പ്ലസ് എന്താണ്
ഇവിടെ ഒരു 1 മാത്രം ബാക്കിയായി പോയി, പിന്നെ ഒരു cos 4x മാത്രം ഇവിടെ ബാക്കി പോയി dx. അപ്പോൾ എന്താ ആ 1/2 കോമൺ ആയിട്ട് പുറത്തത് അതിന് ഇതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അപ്പോൾ 1/4 കിട്ടി. അപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് നമ്മൾ ഇതൊരു ഇൻ്റഗ്രേറ്റ് ചെയ്തില്ല, ഇപ്പോഴും മൊത്തം ട്രിഗ്നോമെട്രി ആണ്. cos 12x പ്ലസ് cos 8x പ്ലസ് 1 പ്ലസ് cos 4x. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്ത് ഇവിടെ എല്ലാം ഇല്ല എന്താണ് ഇവിടെ എല്ലാം ഒരു 1/2 എല്ലാം കോമൺ ആയിട്ട്, അതായത് ഇതിങ്ങനെ നമ്മൾ ചെയ്യുക cos 4x ഇൻറ്റു ഒരു 1/2 അല്ലേ. അപ്പോൾ ഇവിടുന്ന് എന്ത് ചെയ്ത് ഇവിടുന്ന് ഒരു 1/2 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്ത്. അപ്പോൾ അങ്ങനെയാണ് ഇത് cos 4x ആയിട്ട് മാറിയത്. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇതൊന്നും 1/2 കോമൺ ആയിട്ട് എടുത്ത്, ഇതൊന്നും 1/2 കോമൺ ആയിട്ട് പുറത്തെടുത്ത്, ഇതൊന്നും 1/2 കോമൺ ആയിട്ട് പുറത്തെടുത്ത്. അങ്ങനെയാണ് 1/2 ഇൻറ്റു 1/2 1/4 ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനിങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടി. ഇനി നമുക്ക് ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യാം. cos 12x ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് sin 12x ഡിവൈഡഡ് ബൈ എക്സിൻ്റെ കോഫിഷ്യൻ ഡിവൈഡ് ബൈ 12. കാരണം ഇൻ്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ ഡിവൈഡിങ് ബൈ ദ എക്സ് കോഫിഷ്യൻ ആണ്. നമ്മളെ ഡെറിവേറ്റീവ് ആവുന്ന സമയത്താണ് ഇൻറ്റു എന്ത് ചെയ്യുക എക്സിൻ്റെ കോഫിഷ്യൻ്റ് ചെയ്യുക. അടുത്ത cos 8x എന്ന് പറയുമ്പോൾ sin 8x ഡിവൈഡഡ് ബൈ 8 എന്നാണ് എക്സിൻ്റെ കോഫിഷ്യൻ്റ്. 1ൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് എക്സ് പ്ലസ് cos 4x എന്ന് പറയുമ്പോൾ sin 4x ഡിവൈഡഡ് ബൈ 4 വിച്ച് ഇസ് ദ കോഫിഷ്യൻ്റ് ഓഫ് എക്സ് പ്ലസ് സി. ഇതായിരിക്കും ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കുറേ ഒരു എന്ന് പറയുന്നത് 2, 3, 4 ഫോർമുല 4 കാര്യങ്ങൾ ട്രിഗ്നോമെട്രിയിൽ അറിയെങ്കിൽ ഒന്ന് ഈ പറയുന്ന ഇത്, പിന്നെ ഈ cos 2 തീറ്റൻ്റെ പിന്നെ cos മൈനസ് തീറ്റൻ്റെ, പിന്നെ ഈ പറയുന്ന ഹാഫ്, അതായത് ബേസിക് മാത്തമാറ്റിക്സ് ഈ ഹാഫ് ഇതിലേക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് ആ ഫ്രാക്ഷൻ അറിയെങ്കിലേ എന്ത് ചെയ്യാൻ പറ്റും, അത് കോമൺ ആയിട്ട് പുറത്തെടുത്തിട്ട് ചെയ്യാനാവും. അപ്പോൾ എന്ത് ചെയ്യുക, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ പരമാവധി പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ ട്രിഗ്നോമെട്രിയും ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിൻ്റെ ഒരു റിവിഷൻ കൂടിയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യണം.